ലാസ്യ ശൃംഗാര രസങ്ങൾ കൺകോണുകളിൽ ഒളിപ്പിച്ച് നാണം കലർന്ന ചിരിയുമായി നെയ്ത്തിരിയിട്ട ചമയവിളക്കിന്റെ വെളിച്ചത്തിൽ പുരുഷ കേസരിമാരുടെ പകർനാട്ടത്തിന്റെ രണ്ടു രാവുകൾ. പുരുഷന്മാർ സ്ത്രീയായി വേഷം കെട്ടി ആ വേഷത്തിൽ ഉറക്കമുളച്ച് ദേവിയുടെ മുന്നിൽ വിളക്കെടുക്കുന്ന ഉത്സവരാവ്. കൊല്ലത്തിനും കരുനാഗപ്പള്ളിക്കുമിടയിൽ ചവറയിൽ ദേശീയപാതയോരത്തുള്ള കൊറ്റൻകുളങ്ങര ദേവീക്ഷേത്രത്തിലാണ് ഈ അത്യപൂർവ ഉത്സവം നടക്കുന്നത്. കൊറ്റൻകുളങ്ങര ചമയവിളക്കുത്സവം കേരളക്കരയ്ക്ക് നിറപ്പകിട്ടിന്റെ ആഘോഷം കൂടിയാണ്. വർഷം തോറും മലയാള മാസം മീനം 10-നും 11-നും നടക്കുന്ന ചമയവിളക്ക് ലിംഗസമത്വത്തിന്റെ പൗരാണികമായ ഹൈന്ദവ മാതൃക കൂടിയാണ്. 2 നാൾ ഒരേ ചടങ്ങുകൾ ആവർത്തിക്കുന്ന ഉത്സവവും കേരളത്തിൽ മറ്റെവിടെയും അവകാശപ്പെടാനില്ല. അഭീഷ്ട കാര്യസിദ്ധിക്കായിട്ടാണ് പുരുഷന്മാർ വ്രതം നോറ്റ് പെൺവേഷം കെട്ടി ദേവീപ്രീതിക്കായി വിളക്കെടുക്കുന്നത്. ആൺമക്കളെ പെൺകുട്ടികളാക്കിയും ഭർത്താക്കന്മാരെ യുവതികളാക്കിയും വിളക്കെടുപ്പിക്കുന്നവരും ഉണ്ട്. വീട്ടിൽ നിന്ന് ഒരുങ്ങി വരുന്നവരായിരുന്നു ആദ്യകാലത്ത് കൂടുതൽ. ഇപ്പോൾ ചമയമിടാൻ മേക്കപ്പ്മാൻമാരുണ്ട്. അമ്പലത്തിന്റെ കിഴക്കു ഭാഗത്ത് 100 കണക്കിന് ചമയപ്പുരകൾ ഉണ്ടാകും. സിനിമയിലും സീരിയലിലുമൊക്കെ പ്രവർത്തിക്കുന്ന പ്രൊഫഷണൽ മേക്കപ്പ്മാൻമാരുടെ സേവനം തേടുന്നവരും ഇപ്പോൾ കൂടുതലാണ്. ഒരുങ്ങാനുള്ള ആഭരണങ്ങളും വസ്ത്രങ്ങളുമായി പുരുഷ കേസരികൾ ചമയപ്പുരകളിൽ കയറി താരപരിവേഷത്തോടെ ഒരുങ്ങിയിറങ്ങുമ്പോൾ കൂടെ വന്നവർ പോലും തിരിച്ചറിയില്ല. ഒരു നവവധുവിനെ പോലെയാണ് അവർ അണിഞ്ഞൊരുങ്ങി പുറത്തേക്കെത്തുക. മുല്ലപ്പൂ ചൂടി കണ്ണിൽ കരിമഷിയിട്ട് കൺകോണിൽ ശൃംഗാരഭാവം ഒളിപ്പിക്കുന്ന ഈ പുരുഷാംഗനമാരെ കാണുമ്പോൾ സ്ത്രീകൾക്കും തെല്ലസൂയ തോന്നാം. കാരണം ദേവീ സന്നിധിയിൽ സ്ത്രീകൾ പോലും അതിശയിക്കുന്ന അംഗലാവണ്യവും ശരീരഭാഷയുമാണ് പുരുഷന്മാർക്ക് ഉണ്ടാകുന്നത്. നെയ്ത്തിരി വിളക്കിന്റെ പ്രഭയിൽ അതിസുന്ദരികളായ പുരുഷ കേസരികൾ അമ്പലപ്പറമ്പിൽ ഇന്നും ഒഴുകി നടക്കും. ഈ മോഹിനികൾക്കൊപ്പം സെൽഫി എടുക്കുന്ന പുരുഷന്മാരുടെ നീണ്ട നിരയും പുതിയ കാലത്തിന്റെ മനോഹര കാഴ്ചയാണ്. പുരുഷാംഗനമാരിൽ ഏറെയും സെറ്റുമുണ്ടും പട്ടുസാരിയും കേരള സാരിയും ഒക്കെ ഉടുത്ത് പരമ്പരാഗത വേഷത്തിൽ എത്തുന്നവരാണ്. എന്നാൽ ഈയിടെയായി ചുരിദാറും ആധുനിക വസ്ത്രങ്ങളും ധാരാളമായി കൂടി വരുന്നുണ്ട്. കേരളത്തിൽ നിന്നു മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുപോലും വിളക്കെടുക്കാൻ പ്രായഭേദമന്യേ പുരുഷന്മാർ എത്താറുണ്ട്. പുരുഷന്മാരെടുക്കുന്ന വിളക്കിന് ചമയവിളക്ക് എന്നാണ് പറയുക. മധ്യ തിരുവിതാംകൂറിലെ ദേവീക്ഷേത്രങ്ങളിൽ ഉത്സവവേളകളിൽ ഉപയോഗിക്കുന്ന സവിശേഷമായൊരു വിളക്കാണിത്. അരക്കൊപ്പം ഉയരമുള്ള തടിക്കഷ്ണത്തിൽ ഘടിപ്പിച്ചതാണ് ചമയവിളക്ക്. 5 തിരിയുള്ള വിളക്കാണിത്. 2 രാത്രിയും പുലർച്ചെ 2ഓടെ ചമയവിളക്കേന്തിയവർ ക്ഷേത്രം മുതൽ കുഞ്ചാലുമൂട് വരെ റോഡിനിരുവശവുമായി അണിനിരക്കും. ദേവീ ചൈതന്യം ആവാഹിച്ച ജീവിതയും കുടയും ഉടവാളുമായി വെളിച്ചപ്പാടിന്റെ അകമ്പടിയിൽ എഴുന്നള്ളത്ത് കുഞ്ചാലുമൂട്ടിലെത്തി ഉറഞ്ഞുതുള്ളും. ഈ എഴുന്നള്ളത്ത് ദർശിക്കുന്നത് പുണ്യമായി കണക്കാക്കുന്നവരുണ്ട്. ജീവിത എഴുന്നള്ളത്തിന്റെ ഒരു വ്യത്യസ്ത തെക്കൻ ചിട്ടയാണ്. വിളക്ക് കണ്ട് ആറാട്ട് കഴിഞ്ഞ ശേഷം അനുഗ്രഹ വർഷം ചൊരിഞ്ഞ് പുലർച്ചെ 5:30-ഓടെ ക്ഷേത്ര തീർത്ഥക്കുളത്തിൽ ആറാട്ട് നടത്തി കുരുത്തോലയും കമുകും വാഴപ്പോളയും കൊണ്ട് ക്ഷേത്ര മാതൃകയിൽ നിർമ്മിച്ച പന്തലിൽ ദേവി വിശ്രമിക്കും. ചവറ, പുതുക്കാട്, കുളങ്ങര ഭാഗം, കോട്ടയ്ക്കകം എന്നീ 4 കരകളുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിൽ എടുപ്പുകുതിരകളുടെയും വാദ്യഘോഷങ്ങളുടെയും ഗജവീരന്മാരുടെയും വണ്ടിക്കുതിരകളുടെയും നിശ്ചല ദൃശ്യങ്ങളുടെയും വർണ്ണാഭമായ കാഴ്ചകളും വേറിട്ടൊരു നവ്യാനുഭൂതിയാണ്. വിളക്ക് കണ്ട് കുരുത്തോലപ്പന്തലിൽ ഉപവിഷ്ടയാകുന്നതോടെ ചമയവിളക്കെടുപ്പ് സമാപിക്കും. ഇന്നും ഇതേ ചടങ്ങ് നടക്കും. ആണു പെണ്ണായി മാറുന്ന ഈ കൗതുക കാഴ്ച കാണാൻ ധാരാളം സഞ്ചാരികളും ഇവിടേക്ക് എത്താറുണ്ട്. കൊറ്റൻകുളങ്ങര ക്ഷേത്രത്തെക്കുറിച്ച് പല ഐതിഹ്യങ്ങളും നിലവിലുണ്ട്. എന്നാൽ ഏറെ പ്രസിദ്ധമായ ഐതിഹ്യം ഇങ്ങനെയാണ്. കൊറ്റൻകുളങ്ങര ദേവീക്ഷേത്രം ഇപ്പോൾ നിലനിൽക്കുന്നിടത്ത് ആദ്യം ഒരു കൊടും കാടായിരുന്നു. ക്ഷേത്രത്തിന്റെ വടക്കു പടിഞ്ഞാറേ മൂലയിൽ ഭൂതക്കളം എന്നു പേരുള്ള ഒരു ചെറിയ കുളവുമുണ്ടായിരുന്നു. മഴക്കാലമാകുമ്പോൾ കുളം നിറഞ്ഞു കവിഞ്ഞ് അടുത്തുള്ള പാടത്തേക്ക് ഒഴുകുമായിരുന്നു. വെള്ളവും പുല്ലും നിറഞ്ഞ ഈ പ്രദേശത്ത് സമീപവാസികളായ കുട്ടികൾ കന്നുകാലികളെ മേയ്ക്കാനായി ഇവിടേക്ക് വരുമായിരുന്നു. ഒരു ദിവസം ആ പ്രദേശത്ത് നിന്നും കുട്ടികൾക്ക് ഒരു നാളികേരം വീണ് കിട്ടുകയും അടുത്തുള്ള ഒരു കല്ലിന്റെ മുകളിൽ വെച്ച് കുത്തിയത് പൊളിക്കാൻ ശ്രമിക്കുകയും ചെയ്തുവത്രേ. ആ സമയം ലോഹക്കഷ്ണം ആ കല്ലിൽ തട്ടിയപ്പോൾ അതിൽ നിന്ന് നിണം വാർന്നു വന്നു. ഇത് കണ്ട കുട്ടികൾ വീട്ടുകാരോട് കാര്യം പറഞ്ഞു. എല്ലാവരും അത് കാണാനായി അവിടെ ഓടിയെത്തി. പിന്നീട് പ്രമാണിയുടെ നേതൃത്വത്തിൽ പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ആ കല്ലിൽ ദേവി, അതായത്
സാത്വിക ഭാവത്തിലുള്ള വനദുർഗ കുടികൊള്ളുന്നതായി കണ്ടെത്തി. ദേവീ സാന്നിധ്യം കണ്ട ശിലയ്ക്കു ചുറ്റും കുരുത്തോല പന്തൽ കെട്ടി വിളക്ക് വയ്ക്കുകയും ചെയ്തു. പിന്നീട് ക്ഷേത്രം അവിടെ നിർമ്മിക്കുകയും ചെയ്തു. ക്ഷേത്രത്തിന്റെ പേര് കൊറ്റൻകുളങ്ങര എന്നറിയപ്പെട്ടു തുടങ്ങി. ക്ഷേത്ര മേൽക്കൂരയായി വായുമണ്ഡലം സങ്കല്പിക്കണമെന്നും മേൽക്കൂര നിർമ്മിക്കരുതെന്നും ദേവപ്രശ്നവിധി ഉണ്ടായിരുന്നതിനാൽ ഇവിടുത്തെ ക്ഷേത്രത്തിന് മേൽക്കൂരയില്ല. ആദ്യകാലത്ത് ഉഗ്രരൂപിണിയായ ദേവിയുടെ മുന്നിൽ പോകാൻ സ്ത്രീകൾക്ക് ഭയമായിരുന്നു. ആൺകുട്ടികളും പുരുഷന്മാരുമായിരുന്നു പെൺവേഷത്തിൽ വിളക്കെടുത്തിരുന്നത്. അത് ക്രമേണ അഭീഷ്ടവരദായകമായ ആചാരമായി മാറി. അന്നു മുതൽ നാളികേരമിടിഞ്ഞ് പിഴിഞ്ഞെടുത്ത കൊറ്റൻ ദേവിക്ക് നിവേദ്യമായി നൽകി തുടങ്ങി. ദേവീ ചൈതന്യം കണ്ടെത്തിയ ശിലയ്ക്ക് ചുറ്റും ഗോപാലബാലന്മാർ കുരുത്തോല കൊണ്ട് അമ്പലം കെട്ടിയതിന്റെ സ്മരണയ്ക്കാണ് ഇന്നും കുരുത്തോല പന്തൽ കെട്ടുന്നത്. കൊറ്റൻ നിവേദ്യമാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട്. ദുർഗാദേവിയെ കൂടാതെ ശ്രീ പരമേശ്വരൻ, ശ്രീ ഗണപതി, ശ്രീ ധർമ്മശാസ്താവ്, യക്ഷിയമ്മ, മാടൻ ഭഗവാൻ, നാഗരാജാവ് എന്നിവയാണ് ക്ഷേത്രത്തിലെ മറ്റു പ്രതിഷ്ഠകൾ.